ഉദ്ധാന തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും സ്നേഹത്തോടെ നേരുന്നു. ഉദ്ധാനം നൽകുന്ന സന്ദേശം പ്രതീക്ഷയും പ്രത്യാശയുമാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശവും തിന്മയിൽ നിന്ന് നന്മയും മരണത്തിൽ നിന്നും ജീവനും നൽകുന്നതാണ് ഉദ്ധാനം നൽകുന്ന സന്ദേശം. അതിരാവിലെ ശൂന്യമായ കല്ലറയിൽ പ്രവേശിക്കുന്ന മഗ്ദല മറിയം യേശുവിനെ അവൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ശൂന്യമാക്കപ്പെട്ട കല്ലറയിൽ അവൾ കരയുമ്പോൾ തീർച്ചയായിട്ടും ദൈവിക സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. കർത്താവ് അവളോട് ചോദിക്കുന്നുണ്ട്, സ്ത്രീ, നീ എന്തിനാണ് കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുമ്പോഴൊക്കെ നമ്മൾ കരയുകയാണ്. ഉദ്ധാനം നൽകുന്ന സന്ദേശം കരച്ചിനപ്പുറം നിന്നെ സാന്ത്വനപ്പെടുത്തുന്ന, സന്തോഷം നൽകുന്ന, ഒരു സമാധാനം നൽകുന്ന ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട്. നമ്മെ സഹായിക്കുവാനും നമ്മെ കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുവാൻ ഈ ലോകത്താരുമില്ല. നിൻ്റെ പങ്കാളിയോ നിൻ്റെ മക്കളോ നിൻ്റെ പ്രിയപ്പെട്ടവരാരും തന്നെ നിൻ്റെ അരികിൽ വരില്ല. പക്ഷേ നിന്നെ സന്തോഷത്തോടുകൂടെ നിൻ്റെ കണ്ണുനീര് തുടയ്ക്കുവാനും നിൻ്റെ പ്രയാസങ്ങൾ പങ്കുചേരുവാനും ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട്. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോകുന്ന ഇസ്രായേൽ ജനങ്ങൾ തേനും പാലും ഒഴുകുന്ന കാനായിലേക്കുള്ള യാത്രയിൽ ചെങ്കടലിൻ്റെ തീരത്ത് വന്ന് നിൽക്കുമ്പോൾ, ജീവിതത്തിൽ ശൂന്യമാക്കപ്പെട്ട ഈ ജീവിത പ്രതിസന്ധിയിൽ ദൈവം അവർക്ക് താങ്ങും തണലും തുഷാരവുമായിട്ട് കടന്നു വരികയാണ്. അവിടുന്ന് മോശയോട് പറഞ്ഞു, നിൻ്റെ കയ്യിലിരിക്കുന്ന വടി ആ വെള്ളത്തിലേക്ക് സ്പർശിക്കുവാൻ. എല്ലാ വാതിലുകളും അടയ്ക്കപ്പെടുമ്പോൾ നിനക്ക് മുമ്പിൽ പ്രതീക്ഷയുടെ ഒരു വാതിലുണ്ട്, അതാണ് ദൈവം. ഹാഗാർ മരുഭൂമിയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇനിയൊരു ജീവിതമില്ല എന്ന് കണ്ണുനീർ വാർത്ത് ആ ശൂന്യമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവം മരുഭൂമിയിൽ ഒരു നീരുറവ ഒഴുക്കി ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നില്ലേ? ശൂന്യമാക്കപ്പെട്ട നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ അസ്വസ്ഥതകളിൽ, ദുഃഖങ്ങൾ, ദുരിതങ്ങളിൽ നിന്നെ ആശ്വസിപ്പിക്കുവാനും നിനക്ക് താങ്ങാകുവാനും തണലേകുവാനും പ്രതീക്ഷയുടെ ഒരു ദൈവം നമുക്കുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് സാന്ത്വനമായിട്ട് അവിടുന്ന് കടന്നു വന്ന് ഞങ്ങൾക്ക് സമാധാനം ആശംസിച്ചുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഞങ്ങൾ നിരാശയിൽ ആണ്ടുപോകുമ്പോൾ ദൈവമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും പ്രതീക്ഷ നൽകുകയും ഞങ്ങൾക്ക് സാന്ത്വനവും സമാധാനം നൽകുകയും ചെയ്യണമേ. ആമേൻ.